കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് റിലാക്സ് ആക്കാം. ദെൻ നിങ്ങളുടെ പുറംഭാഗം, നിങ്ങളുടെ ഷോൾഡർ, കൈകൾ, കഴുത്ത് എല്ലാം ഫ്രീ ആക്കാം. എത്രത്തോളം നിങ്ങൾക്ക് ഫ്രീ ആൻഡ് റിലാക്സ് ആവാൻ പറ്റുമോ അത്രയും ഫ്രീ ആൻഡ് റിലാക്സ് ആവാം. ദെൻ നിങ്ങളുടെ താടിയെല്ലുകൾ, കവിളുകൾ, നെറ്റിത്തടം, കൺപോളകൾ എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആൻഡ് റിലാക്സ് ആക്കാം. റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്. റിലാക്സ്, റിലാക്സ് ആൻഡ് റിലാക്സ്. ഇനി നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഹാർട്ടിനെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക. നിങ്ങളുടെ ഹാർട്ട് ഇരിക്കുന്ന ഭാഗം എവിടെയാണോ ആ ഭാഗത്തേക്കൊന്ന് കംപ്ലീറ്റ് ഫോക്കസ് കൊടുത്തിട്ട് ആ ഹാർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണോ കിട്ടുന്നത്, അത് പീസ് ആണെങ്കിൽ അങ്ങനെ, ഒരു ഹെവിനെസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഒരു ഹാപ്പിനെസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, കാം സ്റ്റേറ്റ് ആണെങ്കിൽ അങ്ങനെ, എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഡിസ്റ്റർബൻസ് ആണെങ്കിലും അതന്നെ, എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ ഫുള്ളി ഫീൽ ചെയ്യുക. നമ്മൾ ഏത് ഫീലിങ്സിനെയും കംപ്ലീറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വിടുന്ന സമയത്താണ് ഹീലിംഗ് പോലും പോസിബിൾ ആവുക. സോ ആ ഫീലിംഗ് എന്താണോ അത് മുഴുവനായി ഒന്ന് ഫീൽ ചെയ്യാം. അപ്പോൾ നിങ്ങളെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ആരെയും ബോധിപ്പിക്കണ്ടാത്ത, നിങ്ങൾക്ക് മാത്രം സന്തോഷം തരുന്ന, നിങ്ങൾക്ക് മാത്രം സാറ്റിസ്ഫാക്ഷൻ തരുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്കിത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹം, അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെനിക്ക് നേടിയെടുക്കാൻ മേ ബി കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവാം. പക്ഷെ എന്നാലും ഞാനത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പൊസിഷൻ, ആ ഒരു രീതിയിലേക്ക് എത്താൻ, അങ്ങനെ ആവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അതെന്താണ്? അതിനെ ഫീൽ ചെയ്യുക. അതെന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം. ദെൻ നിങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പെയിൻ എന്താണ് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. എന്ത് പെയിനായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഇനി ആളുകൾക്ക് എനിക്കിത് കൊടുക്കണം, എനിക്കിത് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് അവരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന എന്തെങ്കിലും സംഗതികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഒരു സർവീസ് പാർട്ട് എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അവരെ കേൾക്കണം എന്നായിരിക്കാം, ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിച്ചു കൊടുക്കണം എന്നായിരിക്കാം, ചിലപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം എന്നായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് അവരെ സഹായിക്കേണ്ടത് എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകളെ കാണുന്ന സമയത്ത് അവരൊക്കെ ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇനി നിങ്ങളത് ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്താണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങളത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ അത് അച്ചീവ് ചെയ്തിട്ടില്ല, അതിൻ്റെ 7 അയലത്ത് പോലും ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല, അതിലേക്ക് നമുക്ക് എത്താൻ ഒരുപാട് ദൂരം ഉണ്ടാവുമായിരിക്കാം. എന്നാലും അത് നമ്മൾ നേടിയെടുത്താൽ നമ്മുടെ ഡ്രീം മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവുന്നൊരവസ്ഥയിലേക്ക്, മറ്റുള്ളവരും ഞാനും പ്രൗഡാവുന്ന ഒരു എന്നിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആ എന്നെ, ആ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫിലുള്ള നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സ്വപ്നം, അത് സാധ്യമാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എന്തായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ്? ആ ഫീലിങ്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. ഇനി നിങ്ങളൊരു സക്സസ്ഫുൾ വുമണായി ജസ്റ്റ് ഒരു റെഡ് കാർപ്പറ്റിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരു ഡ്രസ്സിങ് ഒക്കെ ചെയ്ത് ഒന്ന് അടിപൊളിയായിട്ടൊന്ന് നടന്നു വരുന്നതും, നിങ്ങൾ പലരെയും ഫേസ് ചെയ്യുന്ന, നിങ്ങൾ അവരോടൊക്കെ സംസാരിക്കുന്നതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ എവിടെയായിരിക്കും ഉണ്ടാവുക? എങ്ങനെയായിരിക്കും നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ടാവുക? മറ്റുള്ളവരെങ്ങനെയായിരിക്കും നിങ്ങളെ നോക്കിക്കാണുന്നുണ്ടാവുക? എല്ലാവർക്കും പ്രൗഡായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നതും, എങ്ങനെയാണോ നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് അതൊന്ന് അത് നടന്ന രീതിയിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഡ്രസ്സിങ്ങും നിങ്ങൾ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ഗാഡ്ജറ്റ്സുകളും, നിങ്ങളുടെ വാഹനവും, നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളും ഒക്കെ ഒന്ന് ഫുള്ള്, നിങ്ങളുടെ വർക്ക് സ്പേസ്, ഇതെല്ലാം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. മാക്സിമം ആ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ട് ഒന്ന് ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ ആ നടത്തവും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. നല്ലൊരു വിഷ്വലൈസേഷനിലൂടെ ഒന്ന് പോയി നോക്കിയേ.
ഇനി ആ ഒരു ഫുൾ എനർജി ഒന്ന് ഫീൽ ചെയ്ത് നല്ലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്ത് മെല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് തിരിച്ചു വരാം. ഇനി മെല്ലെ നിങ്ങളുടെ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Take a deep breath in, breathe out slowly. Take a deep breath in, breathe out slowly. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യാം, ബ്രീത്ത് ഔട്ട് ചെയ്യാം. 2 കൈപ്പത്തികളും കൂട്ടിത്തിരുമ്മി കൺപോളകളിൽ വെച്ചതിന് ശേഷം കണ്ണ് തുറന്ന് മെല്ലെ പുറത്തേക്ക് വരാം. എല്ലാവരും ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു വീഡിയോ കാണാം. ഈ ഒരു വീഡിയോക്ക് ഞാനിനി പറയാൻ പോകുന്ന സെഷനായിട്ട് അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കാണാം. ഓക്കെ. ഓക്കെ, നമ്മുടെ ഇവന്റ് നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ, അതായത് ഇന്ന് നമ്മുടെ മൈൻഡ്ഫുൾനെസ് ടോക്കിന്റെ 149ാമത്തെ എപ്പിസോഡാണ് എന്നൊക്കെ പറയാം, വീക്കാണ്. അപ്പൊ 150 നമ്മൾ ഓൺലൈന് ഭയങ്കര അടിച്ചു പൊളിച്ച് എന്താണ് ഒരു ഇവന്റ് ആയിട്ട് 3 ദിവസം എന്താണ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ എന്താ ഒരാൾക്ക് ഇപ്പോൾ ഒരു സ്റ്റെക്നെസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഡ്രീമൊക്കെ ഉണ്ട്, അതൊക്കെ അച്ചീവ് ചെയ്തെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഗോളൊക്കെ നല്ല ക്ലാരിറ്റി വരുത്തി അതിൽ പ്ലാൻ ചെയ്ത് ആക്ഷൻ എടുക്കുന്ന നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വിടുന്ന രീതിയിലാണ് നമ്മൾ 3 ദിവസത്തെ സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലാണ് പോവുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വെറും 500 റുപ്പീസ് മാത്രമാണ് ഈ സെഷന് വരുന്നത്. നമ്മുടെ ബേസിക് സെഷൻസിന്റെ പേയ്മെന്റ് ജോയിൻ ചെയ്തവർക്ക് അറിയാം 10,000 വരുന്നത്. അപ്പം ഇത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പം രജിസ്റ്റർ ചെയ്യാനുള്ളവർ ചെയ്യാം. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഈ വീഡിയോ കാണാൻ പറഞ്ഞു, ഇപ്പം ലാസ്റ്റിലൊരു എൻട്രി കണ്ടോ നിങ്ങൾ? എൻ്റെ ഒരു എൻട്രി ഉണ്ടല്ലോ. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും കണ്ടപ്പോൾ അതൊരു ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം എനിക്ക് എൻ്റെ എനർജി ഒക്കെ ലോ ആവുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ആ ഒരു ഇവന്റിന്റെ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ നോക്കും. പറയാൻ കാരണം എന്താ വെച്ചാൽ 2017, 18 ആ ഒരു സമയത്താണ് ഞാൻ ചെറിയ രീതിയിലൊക്കെ എഴുതാൻ തുടങ്ങിയത്. അന്ന് 4 വരി കവിതകളായിട്ടായിരുന്നു എഴുതാറുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ സെറ്റ് ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം ഒക്കെ തുടങ്ങി. അപ്പം അതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കവിത എഴുതുന്നതും എഴുത്ത് കണ്ട് ഞാൻ ഭയങ്കര അതിൽ ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ എഴുത്ത് തുടങ്ങുന്നത്.
അങ്ങനെ ഭയങ്കര എഴുതാൻ ഭയങ്കര സംഭവമായിട്ട് അങ്ങനെയൊന്നുമല്ല. കുറെ ആൾക്കാർ എഴുതുന്നത് കണ്ട്, ഈവൻ ഹുസ്ന നസ്രീൻ, ഹുസ്നൊക്കെ അന്ന് ഹുസ്നാന്റെ എഴുത്തൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ അടിപൊളി എഴുത്താണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ എഴുത്തൊക്കെ കണ്ട് ഭയങ്കര ഇൻസ്പയർ ആയിട്ടാണ് ഞാനും എഴുതാൻ തുടങ്ങുന്നത്. ഇപ്പം എഴുതാനുള്ള കഴിവ് ചെറുതായിട്ടുണ്ട്. ഇപ്പൊ സ്കൂളൊക്കെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്ത് അന്ന് ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡ്, ഫസ്റ്റ് അധികം അങ്ങനെ കിട്ടാറില്ല, സെക്കൻഡ് ആണ് പൊതുവേ എനിക്ക് കിട്ടാറുള്ളത്. അപ്പം ഞാൻ ഭയങ്കര എഴുത്തുകാരിയാണ് എന്നുള്ളത് എന്താണ് ഞാൻ അംഗീകരിച്ചിട്ടില്ല അന്നും ഇന്നും അങ്ങനെ തന്നെ പറയാം. അപ്പൊ ഞാൻ എന്താ ഈ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് തുടങ്ങിയതാണ്. അതിങ്ങനെ വെറുതെ എഴുതി എഴുതി എഴുതിയാണ് അങ്ങനെ എനിക്ക് നമുക്ക് കുറേ അങ്ങനെ എഴുതുന്ന അക്കൗണ്ട് ആവുന്ന സമയത്ത് അങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് എഴുതുന്ന നല്ലോണം എഴുതുന്ന ഒരു ഫ്രണ്ടിനെ കിട്ടി. ആളെ പേര് സുബ്ഹാന എന്നാണ്. അപ്പൊ ഞാനും ആള് ഭയങ്കര ഫ്രണ്ട്സായി. ഇപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ ഭയങ്കര മടിയും. അപ്പം കാരണം അവരൊക്കെ ബിസിയാണ് അവരുടെ ലൈഫിൽ. അപ്പം ഞാനിപ്പോൾ അവരോട് എന്താ പോയി ചോദിക്കുക. അപ്പം അവരൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതെന്നെ അറിയാത്ത, എൻ്റെ ഒരു കഥയും അറിയാത്ത, എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് ആളെ എന്താണ് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കവിതനെ കുറിച്ച് മാത്രം. അപ്പം ഞാൻ എന്താ പറയുക, നമ്മളോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കൂലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ ആ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ആളോട് പറയാം, എനിക്ക് ശരിക്കും ഇഷ്ടം ഇങ്ങനെ എഴുതുന്നതിനേക്കാളും കുറെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെയാണ്. എനിക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. 2018 കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പൊ ആളിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവുമായിരിക്കും, എന്തായാലും ഇനി ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. അപ്പൊ അതിന് ശേഷമാണ് നമ്മുടെ ലോക്ക്ഡൗൺ വരുന്നത്. മീൻസ് കൊറോണ വരുന്നത് 2019-20 ഒരു സമയത്ത്. ആ സമയത്ത് ഞാൻ കവിത തന്നെയാണ് എഴുതുന്നത്. പക്ഷെ അവിടെ നിന്നാണ് കുറച്ചിങ്ങനെ റാൻഡം ആയിട്ട് കുറേ നമ്മൾ മോട്ടിവേഷൻ വീഡിയോ എന്ന് പറയുന്ന പോലത്തെ വീഡിയോസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഏഡിയൻ ടോക്സ് എന്ന് പറയുന്ന കമ്പനീനെ കുറിച്ചും അവരുടെ മെൻറ്റേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കാണുന്നത്. അപ്പോൾ അതിൽ ഇൻസ്പയർഡ് ആയിട്ട് ഇങ്ങനെ അതിലുള്ള ഒരു കോച്ചിൻ്റെ അടുത്ത്, റിൻഷ എന്നാണ് ആളെ പേര്, ആളോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ആളെ ടോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആളോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പറയുമല്ലോ, ആരും അറിയാത്ത, ആരോടും നമ്മൾ ഷെയർ ചെയ്യാത്തൊരു സ്വപ്നം നമ്മൾ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞ പോലെ ഞാൻ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നു ഞാൻ ഒരുപാട് ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുന്നത്. ഇത് ഒരു വിഷ്വലാണ്. അതെൻ്റെ പിന്നെ മനസ്സിലുണ്ടായിരുന്നൊരു, നമ്മളിങ്ങനെ പൂട്ടി വെച്ചൊരു എന്താ പറയുക, ഒരു സ്വപ്നം. ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സാധനം, ആരും അറിയാതെ കൊണ്ട് നടക്കുന്നത്. കാരണം ഇത് ആരോട് പറയാൻ പോലും ധൈര്യമില്ല. കാരണം കളിയാക്കും, നമുക്ക് ട്രോള് കിട്ടും. മാത്രമല്ല നമ്മളങ്ങനെ എൻ്റെ സ്കൂൾ ലൈഫിലോ എൻ്റെ എന്താ പറയുക ചൈൽഡ്ഹുഡിലോ ഒന്നും ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് രണ്ട് വർത്താനം പറഞ്ഞ എക്സ്പീരിയൻസ് എനിക്കില്ല. എനിക്ക് ഭയങ്കര പേടിയാണ് സംസാരിക്കാൻ, ഭയങ്കര ഇൻട്രോവേർട്ടുമാണ്. അപ്പം ഈ ഞാനാണ് ഇത് ആഗ്രഹിക്കുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഇയാളോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു എല്ലാവർക്കും ആവാൻ പറ്റും. എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ, അതായത് ചിലവരൊക്കെ പറയുന്ന അതൊന്നും നമുക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ അല്ലേ പറയാം, പക്ഷെ ആർക്കും പറ്റും നല്ല രീതിയിൽ ആള് പറഞ്ഞു. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായി. അങ്ങനെയാണ് പിന്നീട് ഇങ്ങനത്തെ സെഷനും കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതും എൻ്റെ ഫിയർ ബ്രേക്ക് ചെയ്യുന്നതും കോച്ച് ആവുന്നതൊക്കെ. പിന്നെ ഞാൻ സെഷൻ അറ്റൻഡ് ചെയ്തതോട് കൂടിയിട്ട് എനിക്ക് ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണം, ലൈഫിൽ സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്ന, ഇങ്ങനെ കരിയർ കൺഫ്യൂഷനിലുള്ള. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇങ്ങനെ കരിയറിൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇത് തന്നെ എൻ്റെ ഇഷ്ടത്തിനുള്ള സാധനം തന്നെയാണോ ഞാൻ ചെയ്യുന്നത്, എൻ്റെ പാഷൻ തന്നെയാണോ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഓൾസോ ഇൻഫെർട്ടിലിറ്റി ഒരു ഭാഗത്തുള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളവരെ, ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകൾക്കൊരു ഭയങ്കര ഒതുങ്ങിപ്പോകുന്ന ഒരു ലൈഫ് അല്ലാതെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലൈഫിലേക്ക്, ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫിലേക്ക് അവരെ എത്തിക്കണം എന്നുള്ളതും, ലൈഫിൽ കരിയർ സ്റ്റക്നെസ്സും കൺഫ്യൂഷനിലൂടെയൊക്കെ പോകുന്നവരെ ആ രീതിയിലേക്ക് ഇങ്ങനെ സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അത് പിന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ, ലേഡീസ് മാത്രം എൻ്റെ തലയിൽ, എൻ്റെ മൈൻഡിൽ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ കോച്ചാവുന്നത്. അപ്പം ഈ ഒരു സാധനം റിയാലിറ്റി ആവുന്നത് 2025 ഞാൻ ഈ കൊണ്ട് നടന്ന സ്വപ്നമാണ് ശരിക്കും നമ്മുടെ 100ാമത്തെ ഇവന്റിലൂടെ യാഥാർത്ഥ്യമാവുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് അന്ന് എനിക്ക് ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് ഞാനിത് സ്വപ്നം കണ്ടതായിരുന്നല്ലോ എന്നുള്ള ചിന്തയില്ലായിരുന്നു. ബട്ട് അത് കഴിഞ്ഞ് ഞാൻ ആ വിഷ്വൽ ഇങ്ങനെ കാണുന്ന സമയത്താണ് ഇതാണല്ലോ ഞാനൊരു സമയത്ത് ഇങ്ങനെ സ്വപ്നമായിട്ട് കൊണ്ട് നടന്ന കാര്യം എന്നുള്ളത് എൻ്റെ മൈൻഡിലേക്ക് വന്നത്. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ കുറേ സമയം എടുത്തിട്ടുണ്ട്.
2018 2025 ഒരു 5-6 വർഷത്തിന്റെ സമയ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാനത് നേടിയെടുത്തില്ലേ. ഇന്ന് എനിക്കത് നിങ്ങളുടെ അടുത്ത് ഇത്രയും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്, ഞാനത് നേടിയെടുത്തത് കൊണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ആക്ഷൻ എടുത്തത് കൊണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മുടെ ഉള്ളിലൊക്കെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഇങ്ങനെയുള്ള ഒരു സ്വപ്നം ഉണ്ടാവണം, ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇത് കേൾക്കുന്നത്. ഇന്ന് നിങ്ങളിത് കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോറി കേൾക്കൂല, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കൂല. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെറിയ ആക്ഷൻ. ഞാനൊരു കവിത എഴുതുക എന്നുള്ള ഒരു ആക്ഷനാണ് എടുത്ത് തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു പാഷനായിരുന്നു. അതെൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ചെറിയ രീതിയിലൊരു സ്കില്ലുണ്ട്. ഞാൻ പറഞ്ഞു ഞാനതിൽ ബെസ്റ്റ് ആണ് എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല, അപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ബെസ്റ്റ് ആവാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ചെയ്തതുമേൽ നിന്നാണ് ഇത്രയും, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഒരാളെ കണക്ട് ചെയ്യുന്നു. അവരിലൂടെ ഇങ്ങനെ കോച്ചിങ് എന്ന് പറഞ്ഞൊരു സാധനം അന്ന് ഐ തിങ്ക് കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ ആകെ ഉണ്ടായിരുന്നത് ഒരു PP വിജയൻ സാറാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന അന്ന് ട്രെൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു സഹല പർവീൻ. അപ്പം സഹലയുടെ വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇൻസ്പയർ ആവുന്നു. ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ പറ്റുക, ആളുടെ സ്റ്റോറിയൊക്കെ ഇങ്ങനെ കണ്ടിട്ട്. അപ്പം ആ രീതിയിലേക്കൊക്കെ നമുക്കും ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ. ഒന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. നമ്മൾക്ക് ഉണ്ടാവുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ മാത്രം ആഗ്രഹമല്ല, അത് പടച്ചവനായിട്ട് ഇട്ട് തരുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ വിചാരിക്കില്ല, ഞാനൊക്കെ ഇപ്പം ആഗ്രഹിച്ചിട്ട് ഇത് നടക്കുമെന്ന്. നിങ്ങൾ ആഗ്രഹിച്ചാൽ നടക്കുന്നത് കൊണ്ടാണ് പടച്ചവൻ അത് നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു എന്താണ്, ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കണം എന്നുള്ളൊരു കുഞ്ഞാഗ്രഹമാണ് ഒരു കോച്ചായിട്ട് എന്നെ വളർത്തിയിട്ടുള്ളത്. അതിലൂടെ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഞാൻ പോലും ആഗ്രഹിക്കാത്ത തരത്തിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളതായി ഒരു ചെറിയ ആഗ്രഹം എനിക്ക് അന്ന് ആലോചിക്കായിരുന്നല്ലോ, അല്ലെങ്കിൽ ചിന്തിക്കായിരുന്നു, ഇതൊന്നും ഇപ്പം നടക്കാൻ പോകുന്നില്ല, എനിക്ക് ഭയങ്കര പേടിയല്ല, ഞാനിപ്പോൾ ആരെ മുന്നിൽ സംസാരിക്കാനാ, എൻ്റെ നാട്ടുകാരെ മുന്നിൽ എന്തായാലും എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ നോക്കൂ, അവിടെ ഒരാൾ പോലും, എൻ്റെ നാട്ടിലുള്ള ഒരാളും അല്ല അവിടെ വന്നത്. കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലുള്ള ആളുകളാണെന്ന് കോഴിക്കോട് വന്നിട്ടുള്ളത്. എൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ഉണ്ടായിട്ടില്ല, എൻ്റെ നാട്ടിൽ നിന്ന് ആരും ഉണ്ടായിട്ടില്ല. വേറെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അറിയുന്ന കുറേ ദൂരത്തുള്ള കുറേ ആളുകൾ. അപ്പം ആ രീതിയിൽ ഈ ഒരു കുഞ്ഞാഗ്രഹത്തിന് ഞാൻ കൊണ്ടു നടന്ന് അതിനു വേണ്ടിയിട്ട് ചെറിയ ആക്ഷനുകൾ എടുത്തു പോയപ്പം എനിക്കുണ്ടായിട്ടുള്ള റിസൾട്ടാണിത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നമുക്ക് വേണ്ടിയുമായിരിക്കൂല, അതുപോലെ തന്നെ നമ്മളും ആഗ്രഹിക്കുന്നത് മാത്രമായിരിക്കില്ല, പടച്ചോൻ കൂടി ആഗ്രഹിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചതിന് പിന്നിൽ വലിയ റീസൺസ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു എന്താ പറയുക, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വൈറസുകൾ, ബാക്ടീരിയകൾ, അതുപോലെ നമ്മളിങ്ങനെ എന്താ പറയുക കാണുന്ന ഇലകൾ, പൂക്കൾ, ഇതിനൊക്കെ ഇവിടെ പർപ്പസ് ഉണ്ടെങ്കിൽ ഈ ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ ഉള്ള നമുക്ക് ഓരോരുത്തർക്കും പർപ്പസ് ഉണ്ടാവില്ലേ? നമ്മളൊക്കെ വെറുതെ സൃഷ്ടിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവിതമൊക്കെ വെറുതാണ്, പുകയാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ തോന്നൽ മാത്രം. കാരണം ഒരാളെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ ഡെഫിനറ്റ്ലി ഒരു റീസൺ ഉണ്ടാവും, ഒരു കാരണം ഉണ്ടാവും. അപ്പം ആ കാരണം ഭയങ്കര വിഷനറി ആവുക, ലീഡർ ആവുക എന്നുള്ളത് തന്നെ ആവണമെന്നൊന്നുമില്ല. ചിലപ്പം നമ്മുടെ മക്കളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വളർത്താനുള്ള ഒരു ബെസ്റ്റ് ഉമ്മയാവുക എന്നുള്ളതായിരിക്കും. എന്നാൽ പോലും ഒരു ഏറ്റവും ബെസ്റ്റ് ഉമ്മയാവണമെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആവണേ, നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് നമ്മൾ എത്തണം. എന്നാലേ നമുക്ക് ബെസ്റ്റ് ഉമ്മയാവാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ പാരന്റിങ് ടിപ്സുകൾ നമ്മൾ ഫോളോ ചെയ്തത് കൊണ്ടല്ല, മറിച്ച് നമ്മൾക്ക് നമ്മുടെ മക്കളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റുക നമ്മൾ ഗ്രോ ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്തിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഗ്രോത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മൾ മാറുക എന്നുള്ളത്, രാവിലെ എണീക്കുന്നു, കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, വൈകുന്നേരം ഉറങ്ങുന്നു, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോവാനുള്ളതാണോ നമ്മുടെ ലൈഫ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. എന്തിനാ പഠിച്ചവൻ എന്നെ സൃഷ്ടിച്ചത് എന്നല്ല, എന്തിനായിരിക്കും എന്നെ സൃഷ്ടിച്ചത്? എന്നെ സൃഷ്ടിക്കാൻ ഇത്രയും നല്ല പാരൻസിന് എനിക്ക് തന്ന്, വിദ്യാഭ്യാസം തന്ന്, ഇത്രയും നല്ലൊരു നാട്ടിൽ ഒക്കെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയ എന്താ പറയാ ഒരു സാഹചര്യത്തിലൂടെ ഒരു സപ്പോർട്ടൊക്കെ തന്ന് എന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പം എനിക്കുള്ള എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എൻ്റെ മാത്രം ആഗ്രഹമായിരിക്കൂല എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ
എന്ത് ചെയ്യുക, ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന പെയിനിന് പർപ്പസ് ഉണ്ട്. വലിയ പർപ്പസുകൾ ഉള്ള ആളുകൾക്കാണ് വലിയ പെയിനുകൾ ഉണ്ടാവുക. നിങ്ങൾ ഏതൊരു പ്രവാചകന്മാരുടെ സ്റ്റോറി എടുത്തു നോക്കൂ, അവരൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിനുകളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്. ഇനി അവരെയൊന്നും നോക്കണ്ട, നമ്മുടെ ലാസ്റ്റ് പ്രൊഫറ്റ് ആയിട്ടുള്ള പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇനി അതല്ലെങ്കിൽ വേറെ നിങ്ങൾ ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ യേശുവിൻ്റെ ജീവിതം, ഇങ്ങനെ ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ കുറേ പരിവർത്തനം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ലൈഫ് നമ്മൾ പഠിക്കുന്ന സമയത്താണ് അവർ എത്രത്തോളം വലിയ സ്ട്രഗിൾസിലൂടെയായിരുന്നു, പെയിനിലൂടെയായിരുന്നു കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പം എന്തിനായിരുന്നു അത്രയും ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെയാണ്, പ്രവാചകന്മാരെയാണ് എന്ന് പറയുമ്പം എന്തിനായിരുന്നു അവർ ഇത്രയും വലിയ പെയിനിലൂടെ കൊണ്ടുപോയത്? നമുക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്ത എന്താ? ഓ, എന്നെ പഠിച്ചോൻ ശിക്ഷിക്കുകയാണ്, എന്തിനാണ് എനിക്ക് ഇങ്ങനെ വേദന തരുന്നത്, എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എല്ലാ പെയിനും ഒരു പാകപ്പെടുത്തലാണ്. അതിപ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനിത് ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കുറേ എക്സ്പീരിയൻസുകൾ എന്തിനായിരുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ റിയലൈസ് ചെയ്യുന്നത് കൊണ്ടാണ്. അന്ന് അങ്ങനെ ഒരു പെയിനിലൂടെ ഞാൻ പോയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എടുക്കാത്ത കുറേ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു, കുറേ ആക്ഷനുകൾ ഉണ്ടായിരുന്നു. ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക ഭയങ്കരമായിട്ടുള്ള പെയിനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എടുക്കുന്ന തീരുമാനം എന്നൊക്കെ പറയൂലേ. അപ്പം അങ്ങനെ നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുക ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിളിലൂടെ, പെയിനിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്തായിരിക്കും. അപ്പം എല്ലാ പെയിനിനും, എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പർപ്പസ് ഉണ്ട്. അത് കണ്ടെത്താതെ പോകണമെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ സഹിച്ച് പോവാം. പക്ഷേ അതിൽ നിന്ന് ലെസൺ എടുക്കുന്ന സമയത്താണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുക. അത് നമുക്ക് പാകപ്പെടുത്തലായിട്ട് ഫീൽ ചെയ്യാം. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് റീസൺ എന്ന് പറയുന്നത് വെറുതെ അല്ല. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ പെയിനിനെ നമുക്ക് അതിൻ്റെ ബെനഫിറ്റിനെ, അതിൻ്റെ നന്മയുള്ളൊരു പാർട്ടുണ്ട് അതിന്, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ എന്തിലൂടെയെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മളെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇൻഫെർട്ടിലിറ്റിയിലൂടെ പോയത് കൊണ്ടാണ്, അത് ഞാൻ ഇപ്പോഴും ഫേസ് ചെയ്യുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് ഞാൻ എത്തിയത്. അങ്ങനെയുള്ള ആളുകളെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നത്. ഞാൻ കരിയർ സ്റ്റക്നെസ്സിലൂടെയും കരിയർ കൺഫ്യൂഷനിലൂടെയും പോയത് കൊണ്ടാണ് അങ്ങനെയുള്ളവരെ എന്തായാലും എനിക്ക് ഹെൽപ്പ് ചെയ്യണം. കാരണം അവർ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് പ്രത്യേകിച്ച് അവർ എന്താണ് ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ മതി എൻ്റെ അടുത്ത്. കാരണം എന്തൊക്കെ കടന്നു പോയിട്ടുണ്ടാവും എന്നുള്ളത് അറിയാതിരിക്കുമല്ലോ. അപ്പം ആ സമയത്ത് ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആള് കേൾക്കേണ്ട ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള വേർഡ് ഞാൻ കേട്ട സമയത്ത്, അതും ചെറിയ പ്രായത്തിൽ കേട്ടപ്പം ഭയങ്കര സ്റ്റക്കായിരുന്നു. ഭയങ്കര എന്തിനാണ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പം ഞാൻ അന്ന് അത് കേട്ടതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും. കാരണം വരാനുള്ളതിൻ്റെ ഏറ്റവും പീക്ക് വന്ന് കഴിഞ്ഞ് അത് ഫേസ് ചെയ്ത്, അപ്പം ഇനി അതിൻ്റെ ഒന്നുകിൽ അതേ ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ താഴത്തുള്ള ലെവലിലുള്ളവരൊക്കെ ആയിരിക്കല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ കൂടെ നിൽക്കാൻ പറ്റും. അപ്പം ഞാൻ ഒരിക്കലും ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്നവർ അനുഭവിച്ച എല്ലാ പെയിനും ഞാൻ അനുഭവിച്ചെന്നൊന്നും പറയുന്നില്ല. എന്നാൽ പോലും എനിക്ക് മനസ്സിലാവും അത്, അല്ലേ? ഞാൻ ആ പെയിനിലൂടെ പോയത് കൊണ്ട് എനിക്ക് മനസ്സിലാവും. കരിയർ കൺഫ്യൂഷനിലുള്ള ഒരാളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. കടത്തിലൂടെ പോയവർ, ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ പോയ ഒരാളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവും, ഞാൻ അതിലൂടെ കടന്നു പോയത് കൊണ്ട്. അപ്പം ഇങ്ങനെ നമ്മളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മളെ എന്തോ ഒന്നിന് വേണ്ടിയിട്ട് പാകപ്പെടുത്താണ്. മാത്രമല്ല, നിങ്ങൾ ഇവിടെ വന്നുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ, കാരണം കുറേ ആളുകളുണ്ട്, എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സൂചനകൾ ദൈവം കൊടുക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം, എനിക്കൊന്ന് സെറ്റായേ മതിയാവൂ എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 104 ആളുകൾ മാത്രമായത്. എത്രയോരം മനുഷ്യന്മാർ ഈ സമയത്ത് എവിടേക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിലെന്തുകൊണ്ട് ഇത്രയും പേര് മാത്രം വന്നു? ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തോ ഒന്ന് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സെഷനിൽ തന്നെ നിങ്ങൾ വന്നിരുന്നതും. അപ്പം നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ വേദന, മൂന്നാമത്തെ കാര്യമാണ് നിങ്ങളുടെ പാഷൻ. ഓക്കെ,
നിങ്ങൾക്ക് ചിലപ്പം പാഷൻ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് റിലാക്സേഷൻ തരുന്ന, അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്നാലും എനിക്കൊരു രസം ചെയ്യാൻ എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾക്ക് പർപ്പസ് ഉണ്ടാവും. ഇപ്പം ഒരാൾക്ക് ഒരു കാര്യം മാത്രമായിരിക്കൂല പാഷന്. ഇപ്പം ചിലരുണ്ട്, ഇപ്പം എനിക്കിത് മാത്രം, എനിക്കിപ്പം വരയ്ക്കാൻ ഇഷ്ടമാണ്, എനിക്ക് പാടാൻ ഇഷ്ടമാണ്, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, എനിക്ക് എഴുതാൻ ഇഷ്ടം, ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഇതെല്ലാം എനിക്കുണ്ട്. അപ്പം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കുറച്ച് തന്നൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്ക് കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ എനിക്ക് ബിസിനസ് ഒരു ഫൗണ്ടർ ആവണം എന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരു ലീഡറൊക്കെ ആവണം എന്ന്. ഞാനിങ്ങനെ വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസും ഞാനിങ്ങനെ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ഭയങ്കര സെറ്റായിട്ടുള്ള എൻ്റെ ഒരു ടീമൊക്കെ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ എങ്ങനെ നടക്കും? പക്ഷെ എല്ലാം കൂടെ നടന്നു. ഓക്കെ, കോച്ചായി, കോച്ചിങ്ങിന് വേണ്ടി അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഗ്രോത്തിന് വേണ്ടി ഡെഫിനറ്റ്ലി നമുക്ക് ലീഡർ ആയേ മതിയാവുള്ളൂ. അവിടെ നമുക്കൊരു കമ്പനി വേണം, അതിനെ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ വേണം. ആൻഡ് സംസാരിക്കുക എന്നുള്ളത് അതിലൂടെ സാധ്യമായി, എഴുതുക എന്നുള്ളത് അതിലേക്ക് കൺവേർഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ, നമുക്ക് കണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് എഴുത്തിനെ യൂസ് ചെയ്യാൻ പറ്റി. ഓൾസോ ചില സെഷനുകളിലൊക്കെ ഞാൻ പാട്ടും പാടാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റി. അപ്പം നമ്മൾ കറക്റ്റ് പർപ്പസിലേക്ക് എത്തുമ്പം നമുക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവും ഇതൊക്കെ പഠിച്ചവൻ എനിക്ക് ഇതിനു വേണ്ടിയിട്ട് തന്നതായിരുന്നല്ലോ എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം അത് ഒറ്റയടിക്ക് നമ്മൾ നാളെ തന്നെ പർപ്പസ് കണ്ടെത്താം, അതിലേക്ക് എത്താമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന ചെറിയ ആക്ഷൻ ആയിരിക്കും നമ്മളെ വലിയ രീതിയിലുള്ള സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് എൻ്റെ ഒരു പാഷനാണ്. എനിക്കത് ആരെയും ബോധിപ്പിക്കാനല്ല, എനിക്കത് ചെയ്താൽ ഭയങ്കര ഒരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിങ്ങനെ ചെയ്ത് 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 ആദ്യം ഒന്ന് രണ്ട് വർഷം എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട്, മീൻസ് ഇങ്ങനെയുള്ള ഒരു റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. കുറേ നല്ല കമൻസുകൾ വരും, ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അതിന് ശേഷമാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി ഈ ലെവലിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് ചെയ്യാനുള്ള, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യരുത്, ഓ ഇതൊക്കെ ഇപ്പം ചെയ്തിട്ട് എന്താണെന്നുള്ള രീതിയിൽ വിടാതെ നിങ്ങളത് ഒരു റിസൾട്ടും പ്രതീക്ഷിക്കാതെ ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയി നോക്കൂ. അവിടെ നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ, ടേണിംഗ് പോയിന്റുകളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ റിയലൈസ് ചെയ്യും, ഓ അന്ന് ഇങ്ങനെ തീരുമാനിച്ചത്, അല്ലെങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തത് ഇതിനു വേണ്ടിയിട്ടായിരുന്നോ, അന്ന് ഞാൻ ഇന്നും വണ്ടർ അടിക്കുന്നൊരു കാര്യമാണ്, ഞാൻ എന്ത് രീതിയിലായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാമൊക്കെ അക്കൗണ്ടൊക്കെ തുടങ്ങണം എന്ന് തീരുമാനിച്ചത്, കവിതയൊക്കെ എഴുതണമെന്ന് തീരുമാനിച്ചതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. ഞാൻ സുബ്ഹാനനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ഫ്രണ്ട്. രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൾ എൻ്റെ സെഷനിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പം ആ ലെവലിലേക്ക് നമ്മൾ ആളും ഇപ്പം ഗ്രോ ചെയ്ത് മാഷാല്ലാ നല്ല രീതിയിൽ ആളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ആൾക്ക് സെഷൻ കൊടുക്കാൻ പാകത്തിലേക്ക് എനിക്കും ഗ്രോ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിസൾട്ടിലേക്ക് ഓവർ ഫോക്കസ് ചെയ്യാതെ നമുക്ക് റിസൾട്ട് വരും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ഡ്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ പഠിച്ചോൻ അത് കാണും. അപ്പം അല്ലാതെ നമുക്ക് വെറുതെ ഒരാഗ്രഹം നമ്മളെ കൊണ്ട് സാധിക്കാത്തതാണെന്നുണ്ടെങ്കിൽ പഠിച്ചോ നമുക്കത് തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഇത് ആരോടെങ്കിലുള്ള വാശി തീർക്കാനാണോ എന്നുള്ളത് നോക്കണം. അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ലാതെ ആരോടെങ്കിലുള്ള വാശി തീർക്കാൻ, അല്ലെങ്കിൽ എനിക്ക് പകരം വീട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവരായ പോലെ തന്നെ ആവണം എന്ന് വിചാരിച്ച് കമ്പാരിസണിൽ ചെയ്യണം, അങ്ങനെയൊന്നും അല്ലാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ആരെയും ബോധിപ്പിക്കാനല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് റിസൾട്ട് കൊണ്ടുതരും. ഒരിക്കലും ഒരു ഫുൾ വഴി ഇന്നടത്തിലാണ് എത്തേണ്ടത് എന്നുള്ളത് ഉള്ളിടത്തിലേക്കുള്ള ഫുൾ വെളിച്ചം തന്നിട്ടല്ല ദൈവം നമുക്ക് വഴി കാട്ടിത്തരാ. ആദ്യം കുറച്ചൊരു വഴി കാട്ടിത്തരും, നമ്മൾ അവിടത്തേക്ക് എത്തുമ്പം അടുത്ത വഴി, അങ്ങനെ 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 മെല്ലെ മെല്ലെ ഗ്രോ ചെയ്ത് പോകാനാണ് പറ്റുക. അപ്പം ഇപ്പം ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഇതൊന്നും അല്ല എൻ്റെ ഡ്രീം, എനിക്ക് ഇതിനേക്കാളും വലിയ ഡ്രീം ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ഘട്ടത്തിലെത്തുമ്പോൾ നമ്മുടെ ഡ്രീം ഇങ്ങനെ വലുതായി വലുതായി വരും, അതൊരു വിഷനാവും. അപ്പോൾ ആ വിഷനിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ പർപ്പസിലേക്കൊക്കെ എത്തി എന്നുള്ളത് പറയാം. അപ്പം ആ തരത്തിൽ നിങ്ങൾക്ക് എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ, നിങ്ങൾ ഏത് പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്, ഓൾസോ നിങ്ങൾക്ക് എന്താണ്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്, നിങ്ങളെ കൊണ്ടൊക്കെ എന്തോ ഒന്ന് ചെയ്യാൻ പറ്റും, അത് ഷുവറാണ്. അത് നല്ല പാരന്റിങ് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും ഡെയിലി. അപ്പം ഈ രീതിയിൽ ഇതൊക്കെ നമ്മളിൽ നിന്ന് എല്ലാം ബെസ്റ്റ് സംഭവിക്കണമെങ്കിൽ നമ്മൾ
ഹാപ്പി ആവുക എന്നുള്ളത്, ഞാൻ ബെസ്റ്റ് ആവുക എന്നുള്ളതാണ്. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ അതിനു വേണ്ടി കോപ്പി ചെയ്യുന്നതിന് പകരം, ഇന്ന ഇന്ന കാര്യങ്ങൾ കുറേ കേൾക്കുന്നതിന് പകരം, നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാവുന്ന സമയത്ത്, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ചുറ്റിലുള്ള എല്ലാവർക്കും കിട്ടും. എൻ്റെ പാരൻസിനെ സഹായിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിൽ ഞാൻ എൻ്റെ ഗ്രോത്തിലേക്ക് മാത്രമല്ലേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്തപ്പം എനിക്കത് സാധ്യമായി. അപ്പം ഈ രീതിയിൽ നമ്മളെ മാറ്റാൻ വേണ്ടി മാത്രം നമ്മൾ ശ്രമിക്കുന്ന സമയത്ത്, നമ്മുടെ ഗ്രോത്തിലേക്ക്, നമ്മുടെ ഡ്രീമിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ പെയിനിൽ നിന്ന് ലെസണുകൾ എടുത്ത് എന്താ ചെയ്യുക, ചിലതൊക്കെ നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സംഭവിക്കുന്നതായിരിക്കും. എല്ലാ ഗ്രോത്തും പുറമേക്കുള്ളതാവണമെന്നില്ല. അത് ചിലത് റൂട്ടിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, നമ്മളെ വേരുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പം അത്തരത്തിൽ വരുന്നതിൽ സറണ്ടർ ആയിട്ട് നിന്ന് എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്. ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്, ഇത്രയും നേരം ഇത് കേട്ടിട്ടുള്ളത്. ഇനി അതിലേക്കുള്ള ക്ലാരിറ്റിയും ആക്ഷനും ഒക്കെ ഒന്ന് സെറ്റായിട്ട് എടുക്കണം, ഒന്ന് പുതിയതായിട്ട് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് 3 ദിവസത്തെ ഇവൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ഇവൻറ്റിൻ്റെ മുന്നേ ഉള്ള ലാസ്റ്റ് മൈൻഡ്ഫുൾനെസ് ടോക്കാണ്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഇവൻ്റ് വരാനുള്ളത്. അപ്പം രജിസ്റ്റർ ചെയ്യാനുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്യുക. അപ്പം എല്ലാവർക്കും അവിടെ കാണാം. ഇനി അതല്ലെങ്കിലും നമ്മളിതിങ്ങനെ തുടർന്ന് പോകും. ഇതെൻ്റെ ഒരു പർപ്പസിൻ്റെ ഭാഗമാണ്. മരണം വരെ, അല്ലെങ്കിൽ ഞാൻ മരിച്ചാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം, ഈ മൈൻഡ്ഫുൾനെസ് ടോക്ക് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും കൂടുതൽ ഈ ഒരു എല്ലാ വീക്കിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ഭയങ്കര എന്താ പറയുക, അടിപൊളി ടോപ്പിക്കുകളാണ് ഇനിയും. കൂടുതൽ കൺസിസ്റ്റൻസി, പ്രൊഡക്ടിവിറ്റി, ഡ്രീം, ആക്ഷൻ, ഗോള്, ലീഡർഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കോൺഫിഡൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Thank you so much, Nijida ma'am, for the wonderful session. ഒരു മിനിറ്റ്. ഓക്കെ. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷന്? നിങ്ങളുടെ ടൈമാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മാം പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ക്ലിയർ ആയിട്ട് കോർ ആയിട്ടുള്ള പോയിന്റ്സ് ഇവിടെ മാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ റൂട്ടിന് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കുള്ള പേർപ്പസ് അവിടെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നുള്ളതും ഓരോരുത്തർക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഓരോന്നാണ്. സോ ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ, എന്തൊക്കെ ഗ്ലിംസസ് അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ആൻഡ് മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ആൻഡ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ കറക്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഒറ്റ മിനിറ്റ്, അൺമ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, സംസാരിച്ചു. ഹായ്. ഹലോ ഹലോ. നിഷിത, ആ ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ. ഞാൻ എന്തോ ഒരു മിറാക്കിൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഈ സെഷന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി കേൾക്കുന്നത്. ഞാനിപ്പോൾ 2 ദിവസം മുന്നേറ്റാണ് ഞാൻ ഇതിൻ്റെ ഒരു ലിങ്കിലേക്ക് മെസ്സേജ് അയച്ചത്. വാട്സപ്പ് വഴി പ്രീ സെഷൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചതായിരുന്നു. ഇപ്പം 8:45 എനിക്ക് ലിങ്ക് വന്നത്. ഞാൻ 9 മണിക്ക് ജോയിൻ ചെയ്തു. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് തേടി നടന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ആണ് ഇന്നത്തെ സെഷനിലൂടെ എനിക്ക് കിട്ടി. എനിക്ക് എന്തോ ഭയങ്കര ഇപ്പൊ ഇത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ കറക്റ്റ് സമയത്താണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ അവസരങ്ങൾ വന്ന് ചേരുക എന്നുള്ളത്. അപ്പൊ കറക്റ്റ് സമയം ഞാൻ 2-3 ദിവസമായിട്ട് ഇപ്പോ മാം ഇതിൽ പേരെടുത്ത് പറഞ്ഞ ഇപ്പൊ എന്റെ വിഷൻ എന്ന് പറയുന്നതും എന്റെ ആഗ്രഹം എന്ന് പറയുന്നതും ഇവിടെ മാം പറഞ്ഞിട്ടുള്ളതൊക്കെ സെയിം ആണ്.
അതുകൊണ്ടാണ് എനിക്കെല്ലാം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. മാം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കത് റിയാലിറ്റിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്കത് ടോട്ടലി ഞാനിത് സെഷൻ തീരുന്നതിന്റെ ഒരു അരമണിക്കൂറായപ്പോഴേ ഇതൊന്ന് തീരാനാകുമ്പോഴെങ്കിലും എനിക്കിത് തുറന്നു പറയണം, ഫീഡ്ബാക്ക് പറയണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ സെഷൻ കഴിയുമ്പോൾ എനിക്ക് പറയണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാനിപ്പോ മാം പറഞ്ഞ പോലെ എന്റെ ഒരു വിഷൻ എന്ന് പറയാല്ലേ, എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, കുറച്ച് കാലങ്ങളായിട്ട് മൈൻഡിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഇതേ പറഞ്ഞ പോലത്തെ ഒരു കോച്ച് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓരോരുത്തരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാം പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ ഞാൻ അല്ലാതെ തന്നെ ഇപ്പൊ മാം പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞല്ലോ, അവരെങ്ങനെയാണ് ഒരു കോച്ചായത് എന്നുള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ഞാനിപ്പോ 2 ദിവസം മുമ്പേ ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോ ഈ സെയിം പേഴ്സന്റെ പേര് എനിക്ക് കേൾക്കാൻ പറ്റി വേറൊരാളിൽ നിന്ന്. അപ്പൊ എനിക്ക് എല്ലാം കൂടെ ആയപ്പോ എനിക്കൊരു ഭയങ്കര ഒരു മിറാക്കിൾ പോലെയാണ് ഈ ഒരു സെഷൻ തോന്നുന്നത്. ഇതാണ് എനിക്ക് പറയാൻ